അങ്ങനെ ഞങ്ങൾ വന്ന് കുഞ്ഞുമണീസിൻ്റെ അടുത്ത് എത്തിയിട്ടു. അവരെല്ലാവരും ഞങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നേ. അങ്ങനെ അവർക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വേഗം അവർക്ക് കൊടുത്തു കേട്ടോ. ഉണ്ണിക്കുട്ടനൊരു പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൻ ആ പാൻറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവനെ ഇടിയിച്ചൊക്കെ നോക്കിയപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനത്തെ ഒരു പാൻറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ണിക്കുട്ടന് മാത്രം ഒരു പാൻറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ചക്ക പറിക്കാനുള്ള പുറപ്പാടായിരുന്നേ. എനിക്ക് കുറച്ച് ചക്ക വറുത്ത് കൊണ്ടാകാൻ വേണ്ടി കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു കിണറാണ്. വെറും വേസ്റ്റ് ആട്ടോ. കിണറാന്നുള്ള പേര് മാത്രമല്ല, ചെളിവെള്ളം കേട്ടോ. വെറുതെ ഒരു ഉപകാരം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പൈസ മുടക്കിയതൊക്കെ മിച്ചം കേട്ടോ. ആ കാണുന്ന ചക്കപ്പനെയാണ് നമുക്ക് പറിച്ചെടുക്കേണ്ടത്. അങ്ങനെ സായും അമ്മയും ഒക്കെ കൂടെ ചക്ക പറിക്കാനുള്ള പുറപ്പാടിലാണ്. ഒരു തരത്തിൽ ഏണിയും തോട്ടിയും ഒക്കെ വെച്ച് അവർ വലിച്ച് പറിച്ച് താഴെ ഇടുന്ന രംഗങ്ങളാട്ടോ ഈ കാണുന്നത്. എൻ്റെ കൊതിക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാട്ടോ രണ്ടുപേരും കൂടെ. അങ്ങനെ ചക്ക 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മേലേക്ക് എറിയൊന്നും വേണ്ട, അത് എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന്. സാണി അമ്മ പറഞ്ഞത്